കേട്ടോ. കാരണം ഓരോ ദിവസം ഓരോ കംപ്ലൈൻറ്റും കൊണ്ടാണ് വരിക. അങ്ങനെ ഞാനിന്ന് പ്രതീക്ഷിച്ച പോലെ ആസ് യൂഷ്വൽ ടീച്ചറെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഇന്ന് PH പീരീഡ് കുട്ടികളെ തല തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ഇവൻ്റെ ചുണ്ട് ജസ്റ്റ് ഒന്ന് മുറിഞ്ഞിട്ടുണ്ടെന്നല്ലേ. അപ്പം ഞാനിത് പ്രതീക്ഷിച്ചതുകൊണ്ട് ഡെയിലി ഇത് കേൾക്കണതാണ്. അതുകൊണ്ട് എനിക്കിതൊരു പുത്തരിയല്ല. അല്ലെങ്കിലും മത്തം കുത്തിയാൽ കുമ്പളം മുളക്കൂലല്ലോ. അങ്ങനെ എനിക്ക് ഞാനിന്ന് സ്നേഹത്തോടെ ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നും കൊണ്ടല്ല, എല്ലാ ദിവസവും വഴക്ക് പറഞ്ഞിട്ട് അവനൊരു മാറ്റവും ഇല്ല. അപ്പം ഇനി സ്നേഹത്തോടൊരു ട്രീറ്റ് കൊടുത്താൽ മാറുമെന്ന് നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ അവനക്ക് ഇഷ്ടപ്പെട്ടൊരു ഉപ്പേരി ഉണ്ടാക്കാൻ കേട്ടോ. ഇവർക്ക് ഈ ബർഗറോ സാൻഡ്വിച്ചോ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കി കൊടുത്തുന്ന വലിയ സന്തോഷമൊന്നും ആവില്ല. ഇതുപോലത്തെ എന്തെങ്കിലും തട്ടിക്കൂട്ട് ഉപ്പേരിയാണെങ്കിൽ ആൾ ഡബിൾ ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി ആളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അധികമൊന്നും പറ്റല്ലേ നട്ടോ പ്രാർത്ഥന. ഇല്ലെങ്കിൽ നാളെ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരിക്കും. ഈ വരുന്ന ആളാണ് രാവിലെ ഞാൻ കുട്ടപ്പനായി പറഞ്ഞെന്നുള്ളത് നിങ്ങൾ പറയോ. അങ്ങനെ ആളെ നല്ല സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്തപ്പം ആക്കൊരു നോട്ടം, കൊള്ളാലോ, ഇങ്ങനെയൊക്കെ പറ്റിച്ച് വന്ന അടിപൊളി ഫുഡെല്ലാം കിട്ടും എന്നുള്ളൊരു നോട്ടം. ഇതൊരുമാതിരി വേലിയമ്മ കിടക്കുന്ന പാമ്പിന് പാല് കൊടുത്ത പോലെ ആയിട്ടില്ലേ. ഇനിയിപ്പോൾ നാളെ ഏത് കോലത്തിലാണ് വരുന്നതെന്ന്